CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ അലോക് വർമ്മ രംഗത്ത് വന്നു. CBIയുടെ വിശ്വാസ്യത തകർക്കാനാണ് നിലവിലെ ശ്രമമെന്ന് അലോക് വർമ്മ ആരോപിച്ചു. CBIയിലേക്ക് മടങ്ങിയെത്തിയാൽ വിശ്വാസ്യത മടക്കി പിടിക്കുമെന്നും അലോക് വർമ്മ ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, എന്താണ് അലോക് വർമ്മ സ്ഥാനം വീണ്ടും നഷ്ടമായതിന് തൊട്ടു പിന്നാലെ നൽകിയ ഈ അഭിമുഖത്തിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ? ശരത്, അലോക് വർമ്മയുടെ ആരോപണങ്ങൾ അത് CBIയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടാണ്. CBIയുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ താൻ നിരന്തരം ശ്രമങ്ങൾ നടത്തിയതാണ്. എന്നാൽ ആ ശ്രമങ്ങൾക്കിടെ CBI തകർക്കാനുള്ള ശ്രമങ്ങളാണ് ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായത്. തന്നോട് ശത്രുതാപരമായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നതെന്നും അലോക് വർമ്മ ആരോപിക്കുന്നു. CBI പോലുള്ള ഉന്നത അന്വേഷണ ഏജൻസികൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ തന്നെ നീക്കിയ നടപടിയെപ്പറ്റി അലോക് വർമ്മ പ്രതികരിക്കുകയാണ്. അലോക് വർമ്മയുടെ ആദ്യ പ്രതികരണമാണ്. അദ്ദേഹത്തിനെതിരെ ഇന്നലെ പ്രധാനമന്ത്രി അധ്യക്ഷനായ 3-അംഗ സമിതി നടപടിയെടുത്തതിന് ശേഷം ഏതായാലും അലോക് വർമ്മയുടെ പ്രതികരണത്തെ കേന്ദ്ര സർക്കാർ കാര്യമായി കാണുന്നില്ല. അലോക് വർമ്മയ്ക്കെതിരെ കൃത്യമായ തെളിവുകളുള്ള പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്ന വിശദീകരണമാണ് സർക്കാരിന്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് വരുന്നത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ അലോക് വർമ്മയ്ക്കെതിരായ നടപടി റഫാൽ ഇടപാടിൽ അന്വേഷണം ഭയന്നുകൊണ്ടുള്ള സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും അടിയന്തര നീക്കങ്ങൾ മാത്രമാണെന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. അതേസമയം CBIയിൽ പുതിയ ഡയറക്ടർ ആരാകുമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നാഗേശ്വർ റാവുവിനാണ് ഇടക്കാല ഡയറക്ടറുടെ ചുമതല നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 23 മുതൽ അലോക് വർമ്മയെ മാറ്റിയ ശേഷം ഇടക്കാല ഡയറക്ടറായിരുന്ന നാഗേശ്വർ റാവു ഇന്നലെ രാത്രി 9 മണി മുതൽ തന്നെ ഡയറക്ടറുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഡയറക്ടറുടെ ചുമതല ഏറ്റെടുത്ത അദ്ദേഹം ഇന്ന് രാവിലെ CBI ആസ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അലോക് വർമ്മയെ ഇന്നലെ മാറ്റുന്നതിന് മുമ്പ് വളരെ സ്ഥലം മാറ്റത്തിലും ചുമതലകൾ നൽകുന്നതിലും നിർണായകമായ തീരുമാനങ്ങൾ അദ്ദേഹം കൈക്കൊണ്ടിരുന്നു. രാകേഷ് അസ്താനയ്ക്കെതിരായ കേസ് അന്വേഷിക്കുന്നതിനടക്കം താനുമായി അടുപ്പമുള്ള ഉദ്യോഗസ്ഥരെ വച്ചിരുന്നു. നേരത്തെയുള്ള വിവാദ സ്ഥലമാറ്റങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ആ തീരുമാനങ്ങളെല്ലാം നാഗേശ്വർ റാവു പുനഃപരിശോധിക്കുമോ അത് പിൻവലിക്കുമോ എന്ന കാര്യം അറിയേണ്ടതുണ്ട്. അതേസമയം സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ കേസിൽ ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ വിധി വരികയാണ്. രാകേഷ് അസ്താനയെ ഈ കേസിൽ വിട്ടയക്കുകയാണെങ്കിൽ വീണ്ടും CBIയിലേക്ക് അസ്താനയുടെ തിരിച്ചുവരവിനാകും വഴിയൊരുങ്ങുക. ഇതിലൊരു പ്രധാനപ്പെട്ട ആക്ഷേപം ഗുരുതരവുമാണ്. കാരണം CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അലോക് വർമ്മ തന്നെ ഈ അഭിമുഖത്തിൽ പറയുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുടെ പേരിലാണ് തന്നെ സ്ഥലം മാറ്റുന്നത് എന്നാണ്. ഗുരുതരമായ ആരോപണം CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുമ്പോൾ അലോക് വർമ്മ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ കുറ്റപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിലേക്കാണ് പോകുന്നത്. പക്ഷേ അപ്പോഴും ആ ഉന്നതതല യോഗത്തിൽ ജസ്റ്റിസ് AK സിക്രി അടക്കം പ്രധാനമന്ത്രിയുടെ നിലപാടിനോടൊപ്പം യോജിച്ചു. മല്ലികാർജുൻ ഖാർഗെ വിയോജിച്ചപ്പോൾ പോലും അത് ഒരു തീരുമാനമായി മാറിയത് അവിടെയാണല്ലോ. ശ്രീ KV തോമസ്, മുൻ കേന്ദ്രമന്ത്രി, കോൺഗ്രസ് നേതാവ്, MP ടെലിഫോൺ ലൈനിലുണ്ട്. ഉണ്ണിയിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീ KV തോമസ്, ഇത് നടപടിക്രമങ്ങളിലെ തെറ്റാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അത് ശരിയായ അർത്ഥത്തിൽ ആ ഉന്നതതല സമിതി ചേർന്ന് ജസ്റ്റിസ് AK സിക്രി അടക്കം പ്രധാനമന്ത്രിയുടെ നിലപാടിനോടൊപ്പം നിന്നതുകൊണ്ടല്ലേ ഈ അലോക് വർമ്മയുടെ മാറ്റം സാധ്യമായത്? അങ്ങനെ നടപടിക്രമം പാലിച്ച് CVCയുടെ കണ്ടെത്തൽ ശരിവെച്ച് ഒരു ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടാകുമ്പോൾ അതിനെ എന്തുകൊണ്ട് മാനിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു? ഇന്നിപ്പോൾ അലോക് വർമ്മയും വാർത്താ സമ്മേളനത്തിൽ പരിമിതമായ തോതിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ KV തോമസ്, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നാം കാണുന്ന വളരെ ദുഃഖകരമായ ഒരു പ്രത്യേകത, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നൊന്നായി തകർന്നു. പ്ലാനിംഗ് ബോർഡിൽ നിന്ന് ആരംഭിച്ച് CBI സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന്റെ ആ ഇൻഡിപെൻഡൻസ്, അതിന്റെ സ്വാതന്ത്ര്യ സ്വഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അലോക് വർമ്മയുടെ കാര്യത്തിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. അതിന്റെ മറ്റൊരു മേഖലയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റ് കൈയിലൊതുക്കാൻ ശ്രമിക്കും. ആദ്യമല്ലല്ലോ. ഇപ്പോൾ IK ഗുജ്റാളിന്റെ കാലത്ത്, AB വാജ്പേയിയുടെ കാലത്ത് ഒക്കെ CBI ഡയറക്ടറെ മാറ്റിയ മുൻ സാഹചര്യം രാജ്യത്തുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ജസ്റ്റിസ് AK സിക്രിയെ പോലെ മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിയും ഈ തീരുമാനത്തെ ശരിവെച്ചില്ലേ? ചെയ്യണമെന്നില്ലല്ലോ. നമുക്കിതിന്റെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തപ്പെടണം. അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ തന്നെ ആളുകൾ വിശ്വസിക്കാതെ. അതുകൊണ്ടാണ് ഈ അലോക് വർമ്മയുടെ കാര്യത്തിൽ ഗവൺമെന്റ് നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞു. ഇതിലും വലിയ ആക്ഷേപം കേന്ദ്ര സർക്കാർ, താങ്കൾ അടക്കം കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് അടക്കം വാങ്ങിക്കൂട്ടിയിട്ടില്ലേ? കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് എല്ലാ കാലവും പഴി കേൾപ്പിക്കും വിധം കേൾപ്പിച്ച ആളുകളാണ് കോൺഗ്രസ്. അപ്പോൾ ആ കോൺഗ്രസ് ഇപ്പോൾ മോദിയുടെ നിലപാടിനെ വിമർശിക്കുന്നത് അത്ഭുതകരമാണ്.
അന്നത്തെ തത്തെ കൂട്ടിലെങ്കിലും പറക്കാമായിരുന്നു. ഇപ്പൊ ആ അദ്ദേഹത്തിനെ തല്ലിക്കൊണ്ടിരിക്കുക. അല്ല, ആര് വന്നാലും CBI നൽകുന്ന സ്വാതന്ത്ര്യം ഇത്രയേ ഉള്ളൂ. അതാണ്, ഒരു കൂട് നിങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് പറന്നാൽ മതി എന്ന് കോൺഗ്രസ് ആയാലും മോദി ആയാലും തീരുമാനിക്കുകയാണ്. ശ്രീ KV തോമസ് നിലവിൽ ടെലിഫോൺ ലൈനിലില്ല. ഉണ്ണികൃഷ്ണൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നതാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം വന്ന ജസ്റ്റിസ് AK സിക്രി അടക്കം പ്രധാനമന്ത്രിയുടെ നിലപാടിനൊപ്പം നിന്നു. ഇപ്പോൾ അസ്താനയുടെ പേരെടുത്തു പറയാതെയാണോ അലോക് വർമ്മ ഈ വിമർശനങ്ങൾ ഈ അഭിമുഖത്തിൽ ഉന്നയിക്കുന്നത്? അതായത് തനിക്കെതിരെ ശത്രുതാപരമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് അസ്താന തന്നെയാണ്. അദ്ദേഹം ആ പേരെടുത്തു പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിൽ തന്നെ നിൽക്കുന്നയാളാണ്. അദ്ദേഹം പൂർണ്ണമായും സർവീസിൽ നിന്നും പുറത്തു പോയിട്ടില്ല. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്രമേൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉന്നയിക്കാതിരുന്നത്. പക്ഷേ ആ ശത്രുതാപരമായ ഉദ്യോഗസ്ഥൻ എന്ന ആ പരാമർശത്തിൽ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണെന്ന് വ്യക്തമാണ്. ഏതായാലും ഉയർന്നിരുന്ന വലിയ ആരോപണം രാകേഷ് അസ്താനയ്ക്ക് BJP നേതൃത്വവുമായി ബന്ധമുണ്ട്. ഗുജറാത്ത് കലാപ കേസ് അടക്കം അന്വേഷിച്ച രാകേഷ് അസ്താനയെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുമ്പോൾ BJP നേതൃത്വത്തിന് കൃത്യമായ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അസ്താന എത്തിയതിനു ശേഷം 2 അധികാര കേന്ദ്രങ്ങൾ CBIയിൽ രൂപപ്പെടുന്നു. അസ്താനയും അലോക് വർമ്മയും തമ്മിലുള്ള പരസ്യമായ ചേരിപ്പോരായി അത് മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ അലോക് വർമ്മയെ മാറ്റിയതിനു ശേഷം അസ്താനയെ വീണ്ടും CBIയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഘട്ടം ഘട്ടമായി അങ്ങനെ അസ്താനയെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ വിവാദങ്ങൾക്ക് തന്നെ ഇടയായേക്കും. ഇന്നത്തെ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇതിലൊരു വഴിത്തിരിവായി മാറുക. രാകേഷ് അസ്താന സതീഷ് ബാബു സന എന്ന ഹൈദരാബാദിലെ വ്യവസായിയിൽ നിന്നും ഇറച്ചി വ്യാപാരിയായ മൊയ്ൻ ഖുറേഷിയുടെ കേസിൽ നിന്നും ഒഴിവാക്കാൻ കോഴ വാങ്ങിയെന്നതാണ് ആ കേസ് റദ്ദാക്കുമോ എന്നാണ് അറിയേണ്ടത്. ആ സുപ്രധാന വിധിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ CL മനോജ് ചേരുന്നുണ്ട്. ശ്രീ CL മനോജ്, ഇപ്പോൾ അലോക് വർമ്മയെ ആചാരപരമായി ശരിയായ രീതിയിൽ പുറത്താക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു ആ സമിതിയുടെ തീരുമാനത്തിലൂടെ. ഖാർഗെ വിയോജിച്ചു എന്നതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും സംഭവിച്ചത് അതാണ്. ഇന്നിപ്പോൾ അസ്താനയുമായി ബന്ധപ്പെട്ട കേസിലെ വിധി വരുന്നു. ഇതെവിടെയായിരിക്കും ചെന്ന് അവസാനിക്കും? ഇപ്പോൾ സ്പെഷ്യൽ ഡയറക്ടറാണ് അസ്താന. കേന്ദ്ര സർക്കാർ നാഗേശ്വർ റാവുവിനെ ഡയറക്ടറായി കൊണ്ടുവരുമ്പോഴും അസ്താനയിൽ CBIയെ എത്തിക്കുക എന്നതാണോ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്? അല്ല, അസ്താനയിലേക്ക് പോകുമോ എന്നുള്ളത് ഇന്ന് ഹൈക്കോടതി വിധി എല്ലാവരും കാത്തിരിക്കണം. ഹൈക്കോടതി എന്ത് ചെയ്യും എന്നുള്ളത് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല. അതിന് വരെ കാത്തിരിക്കും. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഏത് സർക്കാർ ഏത് പാർട്ടി ഇന്ത്യയിൽ ഭരിക്കുമ്പോഴും CBI അങ്ങനെയുള്ള പ്രധാന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിമാര് ആ ഗവൺമെന്റിന്റെ കൺട്രോളിൽ അല്ലെങ്കിൽ ആ ഗവൺമെന്റിന് കൂടി കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അലോക് വർമ്മയുടെ അവിടെ നിന്നുള്ള പുറത്താക്കപ്പെടുന്നതിൽ അവസാനിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായത്. അതേപോലെ തന്നെ നീക്കങ്ങൾ പുതിയ CBIയുടെ ഡയറക്ടറെ നിയമിപ്പിക്കുന്നതിലും ഉണ്ടാവും. ഭരണ പാർട്ടികൾ എന്നും അവർക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ അവർക്ക് യോജിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. പ്രതിപക്ഷ പാർട്ടികൾ അതിനെ സ്ഥിരമായിട്ട് എതിർക്കും. ഇന്നത്തെ പ്രതിപക്ഷം നാളെ ഭരണത്തിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഭരണത്തിലോ വന്നപ്പോൾ അവരുടെ ഔട്ട്ലുക്ക് വേറെയായിരിക്കും. അപ്പോൾ CBI ഡയറക്ടർമാരും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു നീണ്ട ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പുതിയ ശാഖയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുതന്നെയാണ് നേരത്തെ അല്പം മുമ്പ് ശ്രീ KV തോമസ് സംസാരിച്ചപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വിവാദമായി മാറിയ സുപ്രീം കോടതിയുടെ ആ പരാമർശം ക്ഷണിച്ചു മേടിച്ച ആളുകളല്ലേ ഈ ഭരണകൂടം മാറുമ്പോൾ എല്ലാ കാലത്തും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ ബാലിശമായി പറഞ്ഞൊരു വിശദീകരണമുണ്ട്. അന്ന് CBIക്ക് കൂട്ടിലെങ്കിലും പറക്കാമായിരുന്നു. ഒരു ജനാധിപത്യ രീതിയിൽ കൂട്ടില്ലാതെ പറക്കുന്നതും ഒരു കൺട്രോളും ഇല്ലാതെ പറക്കുന്നതും ഒരു ചങ്ങലയിൽ കെട്ടി വെക്കപ്പെടുന്നതും എല്ലാം ഒരേപോലെ അപകടങ്ങളാണ്. ആരും അൺഗൈഡഡ് ഫോഴ്സ് ആവാൻ പറ്റില്ല. ആരും ഒരു ചങ്ങലയിൽ കൂട്ടണം. അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രീതികളും ക്രെഡിബിലിറ്റിയും ഒബ്ജക്ടിവിറ്റിയും അക്കൗണ്ടബിലിറ്റിയോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. CBI ചീഫിന്റെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള മാറ്റങ്ങൾ UPAക്ക് പണ്ട് UDF ഗവൺമെന്റിന്റെ സമയത്തും CBI ഡയറക്ടറെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. മൂന്നാം മുന്നണിയുടെ സർക്കാരിന്റെ സമയത്ത് ഗുജറാത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ. അപ്പൊ അതിന് നീണ്ട ഒരു ചരിത്രമുണ്ട്. അത് പവറും അഡ്മിനിസ്ട്രേഷനും എല്ലാം തമ്മിലുള്ള ഒരാണ്. അത് ഇന്ന് ഈ കോൺട്രവേഴ്സി
ഇപ്പോൾ നിൽക്കുന്ന അതേപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകും. ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം CBI പോലെയുള്ള അപ്പോയിന്റ്മെന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏജൻസിയെ കുറച്ചുകൂടി ഒരു അക്കൗണ്ടബിലിറ്റി, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടബിലിറ്റി വരുത്തുന്നതിൽ ഒരു റിഫോം വരുന്നത് വരെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവും. ശരി, വളരെയധികം നന്ദി ശ്രീ CL മനോജ്. ഒപ്പം തന്നെ ശ്രീ KV തോമസ് MP. ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി M ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. ന്യൂസ് റൂം ലൈവ് ഇടവേളയിലേക്ക് പോകുന്നു. അതിനുശേഷം ന്യൂസ് റൂം ലൈവ് തുടരും.